WWE ചാമ്പ്യൻ ജോൺ സീന വേഴ്സസ് റോൺ കില്ലിങ്സ് ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ച് എന്തുകൊണ്ടാണ് സ്മാക്ഡൗണിൽ വെച്ചിട്ടുള്ളത്? ഈ മാച്ചിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? റോൺ കില്ലിങ്സിനെ വെച്ച് എന്ത് പ്ലാനാണ് ഇവർക്കുള്ളത്? അതുപോലെ കോഡി റോഡ്സ്, റാൻഡി ഓർട്ടൺ ഇവരുടെ മാച്ച് കിങ് ഓഫ് ദ റിംഗ് ഫൈനലായിട്ട് വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് റൂമറുണ്ട്. അപ്പോൾ അങ്ങനെ സംഭവിക്കാൻ ചാൻസ് ഉണ്ടോ എന്നും ഈ വീഡിയോയിൽ പറയാം. പിന്നെ വീഡിയോയുടെ അവസാനം WWE ചാമ്പ്യൻ ജോൺ സീനയുടെ അവസാനത്തെ മാച്ച് ആരുടെ കൂടെയാണ് നടക്കാൻ ചാൻസ് ഉള്ളത് എന്നും പറയാം. ഇതെല്ലാം നോക്കുന്നതിനേക്കാൾ മുൻപായിട്ട് ഇക്കഴിഞ്ഞ സ്മാക്ഡൗൺ എപ്പിസോഡിന്റെ റിവ്യൂ ചെയ്ത സമയത്ത് ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ജെയ്സോനെ ആ ഒരു ടൂർണമെന്റ് മാച്ചിൽ WWE ആഡ് ചെയ്തു എന്നൊക്കെ. എന്നാൽ അതിനുശേഷം വളരെയധികം എതിർപ്പാണ് WWEക്ക് വന്നിട്ടുള്ളത്. അതായത് അവരുടെ അവിടെ പോലും സപ്പോർട്ടില്ല ജെയ്സോനെ ആ മാച്ചിൽ ആഡ് ചെയ്തതുകൊണ്ട്. ആളുകൾ വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഒന്നല്ലെങ്കിൽ ഇല്യ ഡ്രാഗനോവ് അല്ലെങ്കിൽ ട്രിപ്പിൾ WWE ആയിട്ടുള്ള ഡീല് കാരണം അതിൽ നിന്നും ഏതെങ്കിലും റെസ്ലർ വരും എന്നൊക്കെയാണ് എല്ലാവരും പ്രതീക്ഷിച്ചത്. എന്നാൽ അവസാനം ജെയ്സോനെ ആഡ് ചെയ്തതിൽ ആർക്കും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ ഇതിനുള്ള കാരണം ഇപ്പോഴാണ് വേൾഡ് ചാമ്പ്യൻഷിപ്പ് തോറ്റത്, അപ്പോൾ തന്നെ കിങ് ഓഫ് ദ റിംഗ് മാച്ചിലൊക്കെ കൊണ്ടുവന്നേക്കാണ്. അതുപോലെ ഒരു മിസ്റ്ററി റെസ്ലർ വരും എന്നൊക്കെ പറഞ്ഞ് ഇവര് തന്നെ പ്രൊമോട്ട് ചെയ്തിട്ട് അവസാനം ജെയ്സോനെ കൊണ്ടിട്ടേക്കാണ്. അപ്പോൾ ഇതൊക്കെ കണ്ട സമയത്ത് ഫാൻസിന് ഭയങ്കരമായി ദേഷ്യം വന്നിട്ടുണ്ട്. അപ്പോൾ അതിവിടെ ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം. അതായത് ജെയ്സോക്ക് ഇതുപോലെ ഓവർ പുഷ് കൊടുത്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാണ് ഈ ഒരു ടൈപ്പിലൊക്കെ എത്തിയിട്ടുണ്ട്. മുൻപേ തന്നെ ഇങ്ങനെയുണ്ടായിരുന്നു, ഇതിപ്പോൾ ഭയങ്കരമായും കൂടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഈറ്റടിക്കുന്നത് കൊണ്ടാണ് ജെയ്സോക്ക് ഇവർ ഇതുപോലെ പുഷും കാര്യങ്ങളെല്ലാം കൊടുക്കുന്നത്. എന്നാൽ കഴിവുള്ള മറ്റു റെസ്ലേഴ്സിനൊന്നും വലിയ പുഷോ കാര്യങ്ങളൊന്നും ഇവർ കൊടുക്കുന്നുമില്ല. അപ്പോൾ ജെയ്സോനെ ഈ മാച്ചിൽ ആഡ് ചെയ്തതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഇല്ലേ എന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ എന്തായാലും യോജിക്കുന്നില്ല. ഇനി WWE ചാമ്പ്യൻ ജോൺ സീന, റോൺ കില്ലിങ്സ് ഇവരുടെ മാച്ചിനെ പറ്റി പറയാം. അതായത് അടുത്ത സ്മാക്ഡൗൺ എപ്പിസോഡിൽ ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ച് കൺഫേം ചെയ്തിട്ടുണ്ട്. അതായത് സീനനെ കണ്ടിന്യൂസ് ആയി വന്ന് അറ്റാക്ക് ചെയ്ത കാരണമാണ് നിക്ക് ആർഡിൻസ് ആ മാച്ചെല്ലാം വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ മാച്ചിൻ്റെ അവസാനത്തിൽ എന്താണ് സംഭവിക്കുക, ജോൺ സീന എങ്ങനെയാണ് റോൺ കില്ലിങ്സിനെ തോൽപ്പിക്കാൻ പോകുന്നത് എന്ന് വെച്ചാൽ, ഈ മാച്ചിൻ്റെ അവസാനത്തിൽ ഒരു റെസ്ലർ റിട്ടേൺ ചെയ്യാനുള്ള ചാൻസ് ആണ് കൂടുതൽ. അപ്പോൾ ആ റെസ്ലർ മറ്റാരുമല്ല, നമ്മുടെ ഓമോസ് ആണ്. ഓമോസ് റിട്ടേൺ ചെയ്തതിന് ശേഷം റോൺ കില്ലിങ്സിനെ അറ്റാക്ക് ചെയ്ത് ജോൺ സീനയെ വിജയിപ്പിക്കാനാണ് ചാൻസ് കൂടുതൽ. അതിനുശേഷം റോൺ കില്ലിങ്സ്, ഓമോസ് ഇവർക്ക് തമ്മിലുള്ള സ്റ്റോറി ലൈൻ WWE മുന്നോട്ട് കൊണ്ടുപോകും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഈ മാച്ചിൽ നടക്കാൻ പോകുന്നത്. എന്തായാലും നോക്കാം ഇതാണോ സംഭവിക്കാൻ പോകുന്നത് എന്ന്. ഇനി കോഡി റോഡ്സ്, റാൻഡി ഓർട്ടൺ ഇവർക്ക് തമ്മിൽ നൈറ്റ് ഓഫ് ചാമ്പ്യനിലെ കിങ് ഓഫ് ദ റിംഗ് ടൂർണമെന്റിന്റെ ഫൈനൽ മാച്ച് വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് റൂമർ ഉണ്ട്. അപ്പോൾ അതിന് സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ സാധ്യത കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതായത് റാൻഡി ഓർട്ടൺ, കോഡി റോഡ്സ് ഇവരുടെ മാച്ച് എന്നൊക്കെ പറഞ്ഞ ഒരു റെസൽമേനിയ അല്ലെങ്കിൽ സമ്മർ സ്ലാം ടൈമിലൊക്കെ ഒരു വലിയ സ്റ്റോറി ലൈൻ ചെയ്ത് നടത്തേണ്ട മാച്ചാണ്. അതായത് ഇവരുടെ പഴയ കാലമെല്ലാം കണക്ട് ചെയ്തുകൊണ്ട് ആ സ്റ്റോറി കൊണ്ടുപോകാൻ സാധിക്കും. അതുകൊണ്ട് ഈ മാച്ച് ഇപ്പം നടക്കാൻ ചാൻസ് ഇല്ല എന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. എൻ്റെ അഭിപ്രായത്തിൽ ഈ മാച്ച് ഞാൻ പറഞ്ഞതുപോലെ ഒരു വലിയ സ്റ്റോറി ലൈൻ ചെയ്ത് റെസൽമേനിയ പോലെയുള്ള ഒരു വലിയ സ്പെഷ്യലിൽ നടക്കേണ്ട മാച്ചാണ്. അതുകൊണ്ട് ഈ മാച്ച് സൗദിയിൽ വരാൻ ചാൻസ് ഇല്ല, അല്ലെങ്കിൽ കിങ് ഓഫ് ദ റിംഗിൽ വരില്ല എന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും നോക്കാം. അപ്പോൾ റാൻഡി ഓർട്ടൺ ഈ ഒരു സെമി ഫൈനൽ മാച്ച് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും റെസ്ലേഴ്സ് വന്ന് അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ റാൻഡി ഓർട്ടൻ്റെ മാച്ച് അവരുടെ കൂടെ പോകാൻ ചാൻസ് ഉണ്ട്. ഇനി WWE ചാമ്പ്യൻ ജോൺ സീന WWE ചാമ്പ്യൻഷിപ്പ് ഒക്കെ തോറ്റതിന് ശേഷം അവസാനമായി ചെയ്യാൻ പോകുന്ന മാച്ച് ആരുടെ കൂടെയാണ് എന്ന് നോക്കാം. അപ്പോൾ ആ മാച്ച് മറ്റാരുടെയും കൂടെയല്ല, ലോഗൻ പോളിൻ്റെ കൂടെയാണ് ആ മാച്ച് നടക്കാൻ ചാൻസ് ഉള്ളത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ജോൺ സീന കോഡി റോഡ്സിൻ്റെ കൂടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും റെസ്ലേഴ്സിൻ്റെ കൂടെയോ ചാമ്പ്യൻഷിപ്പ് തോറ്റു എന്ന് കരുതുക. അതിനുശേഷം ജോൺ സീന വീണ്ടും ഫേസ് ടൈം ചെയ്തുകൊണ്ട് WWE മുന്നോട്ട് പോകും. നമ്മൾക്കറിയാം അവസാനത്തെ റണ്ണാണ് ഇത്, അതുകൊണ്ട് ഉറപ്പായിട്ടും ഫേസ് ടൈം ചെയ്ത് മുന്നോട്ട് പോകും. ആ സമയത്ത് ജോൺ സീനയെ എതിർക്കാൻ വരുന്നത് നമ്മളാരും ഇഷ്ടപ്പെടാത്ത ഒരു റെസ്ലർ ആയിരിക്കണം. അതായത് ഇല്ലത്തരം കൊണ്ട് നമ്മളെ വെറുപ്പിക്കുന്ന ഒരു റെസ്ലർ ആയിരിക്കണം. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ലോഗൻ പോളാണ് വരാൻ ചാൻസ് ഉള്ളത്. അതുപോലെ തന്നെ ഇവർക്ക് തമ്മിലുള്ള സ്പാർക്ക് മണി ഇൻ ദി ബാങ്കിലൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കണക്ട് ചെയ്ത് നോക്കുമ്പോൾ ജോൺ സീന ലോഗൻ പോൾ മാച്ച് WWE നടത്താനാണ് പോകുന്നത്. ആ സമയത്ത് സീന ഫേസ് ആയിരിക്കും. ഇതാണ് സീനയുടെ അവസാനത്തെ മാച്ചായിട്ട് നടക്കുക എന്നാണ് ഇപ്പോൾ നമ്മൾക്ക് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ WWEക്ക് ഈ മാച്ച് റെസൽമേനിയയിൽ തന്നെ നടത്താൻ പ്ലാൻ ഉണ്ടായിരുന്നു. പിന്നെ എതിർപ്പ് കാര്യങ്ങളെല്ലാം വന്നതുകൊണ്ടൊക്കെ നൈസാക്കി ഒഴിവാക്കി വിട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് ഈ മാച്ച് എന്തായാലും വരും എന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും നോക്കാം. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ സീന റാൻഡി മാച്ച് വെച്ചുകൊണ്ട് സീന WWE വിട്ട് പോകുന്നതായിരുന്നു എനിക്കിഷ്ടം.
പക്ഷെ ഇനി ആ മാച്ച് ഒരിക്കലും വരില്ല. വീഡിയോനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.